കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ആശങ്കകൾ മൂലമാണ് കൊച്ചി മെട്രോ റെയിലിന് അനുമതി നൽകുന്നതിനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭ മാറ്റിവച്ചത്. ധനമന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ പൊതുമേഖലയിൽ പദ്ധതി നടപ്പാക്കാൻ സാധിക്കില്ല. കപ്പിനും ചുണ്ടിനുമിടയ്ക്കാണ് കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്കുള്ള കേന്ദ്രാനുമതി ഇത്തവണ നഷ്ടപ്പെട്ടത്. അതും 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. വടക്കേന്ത്യൻ ഭരണതലത്തിന് ചുവപ്പുനാടകൾ എത്രത്തോളമെന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെടാനും ഇത് വഴിവെച്ചു. ഏറെ പണിപ്പെട്ടാണ് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അനുമതി നേടിയെടുത്തത്. നഗരവികസന മന്ത്രാലയം മാത്രമാണ് ആദ്യം പച്ചക്കൊടി നൽകിയത്. പദ്ധതിക്ക് തുടക്കം മുതൽ തന്നെ വിലങ്ങുതടിയായത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. മെട്രോ റെയിലിന് കേന്ദ്ര സർക്കാരിൽ തന്നെ തത്വത്തിൽ അനുമതി ലഭിച്ചെങ്കിലും വരവ് ചിലവ് കണക്കുകളുടെ സാങ്കേതികത്വമാണ് ധനകാര്യ മന്ത്രാലയം നിരത്തുന്നത്. ഡൽഹി മെട്രോ റെയിൽ മാതൃകയിൽ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഡൽഹിയുടെ അത്ര ജനസംഖ്യ കൊച്ചിയിലും വേണം. എങ്കിൽ മാത്രമേ പദ്ധതി കൊണ്ട് പ്രയോജനമുള്ളൂ എന്നാണ് മന്ത്രാലയം പറയുന്നത്. അപ്പോൾ മാത്രമേ പൊതുമേഖലയിൽ അനുമതി നൽകാനാകൂ. കൊച്ചി മെട്രോ റെയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കണമെന്നാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ നാളുകളായുള്ള നിലപാട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് സംസ്ഥാന സർക്കാരിനും അത്ര യോജിപ്പില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തലത്തിലുള്ള അടിയന്തര ഇടപെടലാണ് പദ്ധതിക്ക് ആവശ്യം. കേന്ദ്ര സർക്കാരിനും ധനകാര്യ മന്ത്രാലയത്തിനും സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും കഴിയണം. ഇപ്പോഴത്തെ ജനസംഖ്യയല്ല, അനുദിനം വളരുന്ന കൊച്ചിയുടെ ഭാവിയിലെ ജനസംഖ്യ കണക്കാക്കിയുള്ള പദ്ധതിയാണ് കൊച്ചി മെട്രോ റെയിലെന്ന് കേന്ദ്ര ക്യാബിനറ്റിനെ ബോധ്യപ്പെടുത്താനും കഴിയണം. എങ്കിൽ മാത്രമേ കൊച്ചി മെട്രോ റെയിലിന് പച്ചക്കൊടി കിട്ടൂ. മനോരമ ന്യൂസ്.